ഹലോ ഓൾ. അപ്പോൾ ഒരു HAMS, അതായത് ഹോസ്പിറ്റൽ അസറ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു ടോട്ടൽ ഓവർവ്യൂ ആണ് ഇത് പറയാൻ പോകുന്നത്. അപ്പോൾ HAMS നമ്മുടെ ഹോസ്പിറ്റലിലെ ഫുൾ അസറ്റിന്റെ ടോട്ടൽ മാനേജ്മെന്റ് ഫോക്കസ് ആയിട്ട് ബിൽഡ് ചെയ്തൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അതിന്റെ ലാൻഡിംഗ് പേജ് ആണ് ഇപ്പോൾ കറന്റ് കാണുന്നത്. ജസ്റ്റ് ലാൻഡിംഗ് പേജിൽ കുറച്ച് കണ്ടന്റ്സ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ, അങ്ങനെ ഉള്ള കുറച്ച് ഡാറ്റാസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ലാൻഡിംഗ് പേജ്. പിന്നെ നമ്മളിവിടെ അതിന്റെ ഹോം, ഫീച്ചേഴ്സ്, ലൈഫ് സൈക്കിൾസ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ളതാണ് നമ്മുടെ സ്റ്റാഫ് ലോഗിൻ. ഈ ലോഗിനിൽ നമുക്കൊരു സൂപ്പർ അഡ്മിൻ ഉണ്ടാവും. സൂപ്പർ അഡ്മിൻ ആയിരിക്കും ഹോസ്പിറ്റൽ വൈസ് റോൾസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. ഏതൊക്കെ യൂസേഴ്സിന് അവരുടെ റോൾസ് അതിനനുസരിച്ചുള്ള പെർമിഷൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് സൂപ്പർ അഡ്മിൻ ആയിരിക്കും. കറന്റ് ഞാൻ സൂപ്പർ അഡ്മിൻ ആയിട്ട് സൂപ്പർ അഡ്മിനായിട്ട് ലോഗിൻ ചെയ്യുന്ന ടൈമിൽ ഇതായിരിക്കും സൂപ്പർ അഡ്മിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇവിടെ അഡ്മിൻ ഓവർവ്യൂവിൽ കുറേ KPI കാർഡ്സ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ടോട്ടൽ സിസ്റ്റത്തിൻ്റെ ഒരു ടോട്ടൽ ഓവർവ്യൂ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ KPI കാർഡ്സ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഡിറ്റ് ആക്ടിവിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ട് എന്തൊക്കെ ചേഞ്ചസ്, അപ്ഡേഷൻസ് കാര്യങ്ങളാണ് വരുത്തിയത്, അതിൻ്റെ ഓഡിറ്റ് ആക്ടിവിറ്റീസ്. പിന്നെ ഓപ്പറേഷണൽ അലേർട്സ്, എന്തൊക്കെയാണ് പെൻഡിങ് ഉള്ളത്, എന്തൊക്കെയാണ് ലോ സ്റ്റോക്ക് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഓപ്പറേഷണൽ അലേർട്സ് കാര്യങ്ങൾ നമുക്ക് ഡാഷ്ബോർഡിൽ നിന്ന് കാണാൻ പറ്റും. ഇത്രയാണ്. പിന്നെ നമുക്ക് ഓരോ യൂസേഴ്സ് ഇൻ വൈസ് ഡാഷ്ബോർഡ് നമുക്ക് കാണാൻ പറ്റും. മാനേജ്മെന്റ് ഡാഷ്ബോർഡ്, ബയോമെഡിക്കൽ ഡാഷ്ബോർഡ്, ഫിനാൻസ് ഡാഷ്ബോർഡ്, അങ്ങനെ നമുക്ക് ഡാഷ്ബോർഡ് വൈസും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് അഡ്മിൻ ഡാഷ്ബോർഡിൽ നമുക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ കോർ മൊഡ്യൂളാണ് സെറ്റ്. ഇപ്പോൾ അസറ്റ് മൊഡ്യൂളിൽ നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് KPI കാർഡ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റ്സിൻ്റെ കൗണ്ടും, അസറ്റ് അലോക്കേറ്റ് അസറ്റ്, അൺഅലോക്കേറ്റ് അസറ്റ്, അങ്ങനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള KPI കാർഡ്സ് കാര്യങ്ങൾ ക്ലിക്കബിൾ ആയിട്ടുള്ള കാർഡുകളാണ്. ക്ലിക്ക് ചെയ്ത് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫിൽട്രേഷനും കൊടുത്തിട്ടുണ്ട്. സ്റ്റാറ്റസ് വൈസ്, ഡിപ്പാർട്ട്മെന്റ് വൈസ് വൈസൊക്കെ ഫിൽട്ടർ ചെയ്യാനുള്ള ഫിൽട്ടർ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് അസറ്റ്സ്, ടോട്ടലി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള അസറ്റ്സ് വിത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ടേബിൾ വൈസ് ആയിരിക്കും നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നുണ്ടാവുക. പിന്നെ അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് കാര്യങ്ങൾ, അത് ഡൗൺ ആണോ, അത് പിന്നെ എന്തൊക്കെയാണ് പെൻഡിങ് ഉള്ളത്, ഇങ്ങനെ നമുക്ക് ഇവിടെ കാണിക്കുന്നതായിരിക്കും ചെറിയൊരു പില്ല് പോലെ. അതുപോലെ തന്നെ നമുക്ക് മേലെ ഉള്ള ഓപ്ഷൻസ് ആണ് പ്രിന്റ് QR ലേബൽസ്. അതായത് നമുക്ക് ഇൻഡിവിജ്വൽ അസറ്റ്സിനായാലും, അതായത് മൾട്ടിപ്പിൾ അസറ്റ്സ് ആയാലും നമുക്ക് അതിനുള്ള QR ലേബിൾ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1-2 അസറ്റ്സ് സെറ്റ് ചെയ്ത് നമ്മൾ പ്രിന്റ് QR ലേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ അസറ്റ്സിൻ്റെ ലേബിൾസ് കാര്യങ്ങൾ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് ആണ് പ്രിന്റ് ലേബലിലുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അസറ്റിൻ്റെ ഡാറ്റാസ് കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. CSV ആയിട്ടും Excel ആയിട്ടും എക്സ്പോർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് അസറ്റ്സ് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസാണ്. CSV ഫയലായിട്ട് അതിൻ്റെ ടെംപ്ലേറ്റ് വൈസ് ഇമ്പോർട്ട് ചെയ്ത് വാലിഡേറ്റ് ചെയ്ത് നമുക്ക് ബൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ പുതിയ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സെക്ഷനാണ്. ഇവിടെ ആയിരിക്കും പുതിയ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആഡ് ന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസറ്റ്സിൻ്റെ ടൈപ്പ്, എന്തൊക്കെയാണ് ടൈപ്പ് കാര്യങ്ങൾ, അതിൻ്റെ നെയിം, മേക്ക്, ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് 5 സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് അസറ്റ്സ് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ അസറ്റ്സ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എത്രയാണ് ഉണ്ടാവുക, എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതിൻ്റെ അസറ്റ് ഓൺ ബോർഡിങ് സ്റ്റാറ്റസ് എന്തൊക്കെയാണ്, പിന്നെ കറണ്ട് അലോക്കേഷൻ സമ്മറി. പിന്നെ നമുക്കിവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് അതിൻ്റെ ഓവർവ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഫിനാൻസ് ഡീറ്റെയിൽസ്, പ്രൊക്യൂർമെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അലോക്കേഷൻ ഹിസ്റ്ററി, ഡോക്യുമെൻറ്റ്സ്, അതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങൾ, കാലിബ്രേഷൻസ്, കോൺട്രാക്ട്സ്, അങ്ങനെ ഇൻഡിവിജ്വൽ അസറ്റ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടുന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും.
പിന്നെ ഇവിടെ നിന്ന് നമുക്ക് അതിൻ്റെ ടിക്കറ്റ്സ് കാര്യങ്ങൾ പിന്നെ എഡിറ്റ് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ അസറ്റ് രജിസ്ട്രിയിൽ വരുന്നത്. പിന്നെയുള്ള നെക്സ്റ്റ് വർക്ക് ഓർഡേഴ്സ് ആണ്. വർക്ക് ഓർഡേഴ്സ് അതിൻ്റെ ബ്രേക്ക് ഡൗൺസ് കാര്യങ്ങൾ ചെയ്യുന്ന സെക്ഷനാണ്. അതായത് നമ്മൾ ടിക്കറ്റ് വഴി ഒരു ബ്രേക്ക് ഡൗൺസോ കാര്യങ്ങളോ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എഞ്ചിനീയേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് വർക്ക് ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് അസൈൻഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് അവർക്ക് ഇതിവിടെ വിസിബിളായി കാണിക്കും. അതായിരിക്കും ഇതിൻ്റെ പേജ്. ഇവിടെ നമുക്ക് അതിൻ്റെ ഓരോ സ്റ്റാറ്റസ് വൈസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കറൻ്റ്ലി റിപ്പോർട്ടഡ്, എക്നോളജി, ഇൻ പ്രോഗ്രസ്, അങ്ങനെ നമുക്ക് സ്റ്റാറ്റസ് വൈസ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണും. അതും നമുക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡീറ്റെയിൽസ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് ടിക്കറ്റ്സ് എന്ന് പറയുന്ന മൊഡ്യൂൾ. ഇതാണ് നമ്മൾ ടിക്കറ്റ്സ്, അതായത് നമുക്കിപ്പോൾ രണ്ട് രീതിയിലാണ് ടിക്കറ്റ്സ് ചെയ്യാൻ പറ്റുക. ഒന്ന് നമ്മുടെ ജനറേറ്റ് ചെയ്ത QR കോഡ് സ്കാൻ ചെയ്യുന്നത് വഴി യൂസേഴ്സിന് ടിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അല്ല പ്ലാറ്റ്ഫോം വഴി ഒരു ക്രിയേറ്റ് ടിക്കറ്റ് കൊടുത്ത് ഒരു പുതിയ ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏതാണോ അസറ്റ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് വരും. ഓൾറെഡി ടിക്കറ്റ് ഉണ്ടെങ്കിൽ അതേപോലെ കാണിക്കും. അണ്ടർ റിപ്പയർ ആണെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കും. പിന്നെ ടിക്കറ്റ് ടൈപ്പ് എന്താണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. പ്രയോറിറ്റി കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. അതിൻ്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കൊടുത്ത് നമുക്ക് പുതിയ ടിക്കറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയതായി ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായിരിക്കും ടിക്കറ്റ് വന്ന് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ സൂപ്പർ അഡ്മിൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സൂപ്പർവൈസർ അല്ലെങ്കിൽ കോർഡിനേറ്റർ ആരാണോ അവർക്ക് പുതുതായിട്ട് റൈസ് ചെയ്തേക്കുന്ന ടിക്കറ്റ്സ് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ന്യൂ സ്റ്റാറ്റസിലായിരിക്കും ടിക്കറ്റ് വന്ന് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഇൻഡിവിജ്വൽ ടിക്കറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ പുതുതായി ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർവൈസറോ അല്ലെങ്കിൽ കോർഡിനേറ്റർ ആരാണോ അവരായിരിക്കും ആർക്കാണ് ഇത് അസൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ നോക്കിയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ അസൈൻഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിന് നോട്ടിഫിക്കേഷൻ വന്ന് അവർക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ചെയ്യാം. റീഅസൈൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു എഞ്ചിനീയറിൻ്റെ ഇഷ്യൂ അല്ല വേറൊരു ഇഷ്യൂ ആണ് എങ്കിൽ അവർക്ക് റീഅസൈൻ ചെയ്യണമെങ്കിൽ റീഅസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ വർക്ക് ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇൻ കേസ് എന്തെങ്കിലും സ്പെയർസ് കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. നമ്മുടെ ഫിക്സിംഗ് ടൈമിൽ സ്പെയർസ് കാര്യങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ആക്ടിവിറ്റി ടൈം ലൈൻ, അസൈൻമെൻറ്റ് ഹിസ്റ്ററി ഒക്കെ നമുക്ക് ഇവിടെ ഇൻഡിവിജ്വൽ ടിക്കറ്റിനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് നമ്മുടെ പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ് മെത്തേഡ്. ഇത് നമ്മുടെ ഓരോന്നിൻ്റെയും മെയിൻ്റെനൻസ് പ്ലാൻ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. നമുക്ക് ഇവിടെ ഈ പേജിൽ PM പ്ലാൻസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻസ് കാര്യങ്ങൾ കാണാൻ പറ്റും. അതും നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് കാറ്റഗറൈസ് വൈസ് നമുക്ക് ഫിൽട്ടർ ചെയ്ത് കാണാനുള്ള പറ്റും. പിന്നെ ഓവർ ഡ്യൂസ് കാര്യങ്ങൾ ഒക്കെ സ്റ്റാറ്റസ് വൈസ് നമുക്ക് ലിസ്റ്റ് ആകുന്നതായിരിക്കും. അപ്കമിങ്, ദിസ് വീക്ക് ഓഡിയോ, ഇങ്ങനെ സ്റ്റാറ്റസ് വൈസ് നമുക്ക് കാണാം. പിന്നെ ഡൗട്ട് പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ് പ്ലാൻസിലൊന്നും ഇല്ലാത്ത അസറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഒരു PM കലണ്ടർ കൊടുത്തിട്ടുണ്ട്. കലണ്ടറിൽ നമ്മൾ മെയിൻ്റെനൻസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന മെയിൻ്റെനൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഓക്കെ, അതിൻ്റെ കളർ വൈസ് ഇത് അപ്കമിങ് ആയിട്ടുള്ളത് റെഡ് ആണെങ്കിൽ ഓവർ ഡ്യൂ, യെല്ലോ ആണെങ്കിൽ ഈ വീക്ക് ഡ്യൂ ആവുന്നത്, ആ രീതിക്ക് നമുക്ക് കളർ വൈസ് തന്നെ നമുക്ക് കലണ്ടർ വൈസ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു പുതുതായിട്ട് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതാണോ അസറ്റ് ആ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫ്രീക്വൻസി കാര്യങ്ങൾ, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ആരാണ്, ഇൻ ഹൗസ് ആണോ, AMC ആണോ, തേർഡ് പാർട്ടി ആണോ, അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം. പിന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ്, ചെക്ക് ലിസ്റ്റ് എന്തൊക്കെയാണ് ആ മെയിൻ്റെനൻസ് ടൈമിൽ ചെക്ക് ചെയ്യേണ്ടത്, പിന്നെ അതിൻ്റെ നോട്ടീസ് കാര്യങ്ങൾ, നെക്സ്റ്റ് ഡ്യൂ ചെയ്യുന്ന എത്ര എന്നാണ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് എഡിറ്റ്, ഇതിൻ്റെ വർക്ക് ഓർഡേഴ്സ് കാര്യങ്ങൾ, ഡീആക്ടിവേറ്റ്, ഇത്രയും ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്ന മൊഡ്യൂളാണ് സ്റ്റോർ മൊഡ്യൂളിൽ നമ്മുടെ അസറ്റ്സ്, സ്പെയർസ്, കൺസ്യൂമബിൾസ്, ഇത്രയും ഐറ്റംസ് നമുക്ക് ടോട്ടലി നമ്മുടെ സ്റ്റോറിൽ സ്റ്റോർ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഓൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലായിട്ടുള്ള എല്ലാ സ്പെയർസും അതുപോലെ തന്നെ കൺസ്യൂമബിൾസും നമുക്കിവിടെ ലിസ്റ്റായി വരും.
അല്ലാണ്ട് ഇൻഡിവിജ്വലി കാണാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇൻഡിവിജ്വലി സ്പേസ് എടുത്തു കഴിഞ്ഞാൽ ആ സ്പേസ് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്താണ്, യൂണിറ്റ്, റേറ്റ്, കയ്യിൽ എത്രയുണ്ട്, മിനിമം എത്രയാണ് ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കൺസ്യൂമബിൾസിൽ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത് ടിഷ്യൂ ബോക്സ്, ക്ലീനർ, അങ്ങനത്തെ കാര്യങ്ങളാണ്. അതിലും നമുക്കിപ്പോൾ ക്വാണ്ടിറ്റി കഴിഞ്ഞ് ഔട്ട് ഓഫ് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ അതിൻ്റെ അലേർട്സ് കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നതായിരിക്കും. അലേർട്സ് റേസ് ഇൻറ്റൻറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയൊരു പർച്ചേസ് ഇൻറ്റൻറ്റ് ഇതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ തന്നെ നമുക്ക് ഓപ്പറേഷൻ അലേർട്സ് വഴി കാണാനും അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസ് ഇൻറ്റൻറ്റ്സ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. പിന്നെ പുതുതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന പർച്ചേസ് ചെയ്യുന്ന അസറ്റ്സ് കാര്യങ്ങളും ഇവിടെയായിരിക്കും കാണുന്നുണ്ടാവുക. ഇതിപ്പോൾ കറൻ്റ്ലി അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ഫില്ലായിട്ട് കാണിക്കും. അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ഇൻ യൂസിലുള്ളത് കറക്റ്റായിട്ട് ഇൻ യൂസ് എന്ന് കാണിക്കും. അതെല്ലാം എവിടെയും നമ്മൾ അലോക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ഐഡിയലായിട്ടായിരിക്കും കാണിക്കുക. നമുക്ക് റേസ് അലോക്കേഷൻ റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും അതിൻ്റെ അലോക്കേഷൻ കാര്യങ്ങൾ എവിടത്തേക്കാണ് ഇത് വേണ്ടതെന്നുള്ളത് ഇൻറ്റൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻറ്റൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ സ്റ്റോർ ഇൻറ്റൻറ്റ്സിലായിരിക്കും വന്ന് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ഇൻറ്റൻറ്റ്സും, അതായത് സ്പെയർസിന് വേണ്ടിയിട്ടുള്ളതായാലും കൺസ്യൂമബിൾസിന് വേണ്ടിയിട്ടുള്ളതായാലും അസറ്റ് അലോക്കേഷന് വേണ്ടിയിട്ടുള്ളതായാലും എല്ലാ ഇൻറ്റൻറ്റ്സും നമുക്ക് ഇവിടെ ആയിരിക്കും വന്ന് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിന് പെർമിഷൻസ് കൊടുത്തിട്ടുള്ള റോൾസ് ആരാണോ അവർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്പെയർസ് ഇൻഡിവിജ്വലായിട്ട് അതിന് വന്ന ഇൻറ്റൻറ്റ്സ്, അതിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഇവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും, കൺസ്യൂമബിൾസ് ആണെങ്കിലും അസറ്റ് ആണെങ്കിലും. പിന്നെ സ്റ്റോർ മോഡ്യൂളിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കൺസ്യൂമബിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഓരോ സ്റ്റോറിലുള്ള സ്റ്റോക്സ്, പിന്നെ ട്രാൻസാക്ഷൻസ്, അലോക്കേഷൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ അതിൻ്റെ എഡിറ്റ് കാര്യങ്ങൾ, എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് സ്റ്റോർ ഐറ്റംസ് ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള മൊഡ്യൂൾ പർച്ചേസ് ഇൻറ്റൻറ്റ്സ് ആണ്. അത് അസറ്റ്സിന് വേണ്ടിയിട്ടായാലും സ്പെയർസിന് വേണ്ടിയിട്ടായാലും കൺസ്യൂമേഴ്സിന് എല്ലാ ഐറ്റംസിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെയായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇൻറ്റൻറ്റ്സിന് കറൻ്റ്ലി നമ്മൾ ഒരു വർക്ക് ഫ്ലോ സെറ്റ് ചെയ്യേണ്ട ഒരു കറൻ്റ്ലി നമുക്കത് അഡ്മിൻ സൈഡിൽ നിന്ന് കസ്റ്റമൈസബിൾ ആണ്. വർക്ക് ഫ്ലോ കാര്യങ്ങൾ, അതുപോലെ തന്നെ അപ്രൂവൽ ഫോംസ് ഒക്കെ അഡ്മിന് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു പുതിയതായിട്ടൊരു യൂസർ ഇൻറ്റൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിരിക്കും ഇൻറ്റൻറ്റ്സ് കാര്യങ്ങൾ ഷോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇൻറ്റൻറ്റ്സ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ആയിരിക്കും ലിസ്റ്റ് ആവുന്നുണ്ടാവുക. അവിടെ നമുക്ക് ന്യൂ ഇൻറ്റൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതായിരിക്കും ഇൻറ്റൻറ്റിൻ്റെ ഫോം എന്ന് പറയുന്നത്. നമുക്ക് അസറ്റ് ആണോ അല്ല സ്പെയർ ആണോ കൺസ്യൂമബിൾസ് ആണോ ഏതാണെന്ന് ഇൻറ്റൻറ്റ് ആണെന്ന് നമുക്ക് സെപ്പറേറ്റ് ചൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്ത് അസറ്റിൻ്റെ ടൈപ്പ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നമുക്ക് പുതിയൊരു ഇൻറ്റൻറ്റ് ഡ്രാഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സബ്മിറ്റ് ഫോർ അപ്രൂവൽ ആയിട്ട് നമുക്ക് പുതിയൊരു ഇൻറ്റൻറ്റ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻറ്റൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ അപ്രൂവൽ ഫ്ലോസ് കഴിഞ്ഞ് അതിൻ്റെ പർച്ചേസ് ഓർഡേഴ്സ് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് പർച്ചേസ് ഓർഡർ ആയി കഴിഞ്ഞാൽ അതിന് മുമ്പ് നമുക്ക് കൊട്ടേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു കൊട്ടേഷൻ ടെംപ്ലേറ്റ്, അതായത് മൾട്ടിപ്പിൾ യൂസേഴ്സിന് അല്ല മൾട്ടിപ്പിൾ വെൻഡേഴ്സിന് നമുക്ക് കൊട്ടേഷൻസ് കാര്യങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് പുതുതായിട്ട് നമ്മളൊരു RFQ കാര്യങ്ങൾ കൊടുക്കുന്ന ടൈമിൽ ഏതാണോ ടെംപ്ലേറ്റ് യൂസ് ചെയ്യേണ്ടത് ആ ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് പർച്ചേസ് ഇൻറ്റൻറ്റ് സെലക്ട് ചെയ്ത് ഏതാണോ അതിൻ്റെ ടെംപ്ലേറ്റ് യൂസ് ചെയ്യേണ്ടത് അത് യൂസ് ചെയ്ത് നമുക്ക് RFQs കാര്യങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതേപോലെ ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുള്ള RFQs ഇതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ ലിസ്റ്റ് ആവുന്നുണ്ടാവുക. അപ്പോൾ ഇതിന് വേണ്ട ടെംപ്ലേറ്റ്സ് നമ്മൾ ഈ കൊട്ടേഷൻ ടെംപ്ലേറ്റ്സ് എന്നുള്ള പേജിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ ന്യൂ ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടെംപ്ലേറ്റ് നെയിം, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, പിന്നെ കസ്റ്റം ഫീൽഡ്സ് എന്തൊക്കെ ഫീൽഡ്സ് വേണം എന്നുള്ളത് ആഡ് ചെയ്ത് നമുക്ക് ടെംപ്ലേറ്റ്സ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കമ്പാരിസൺ ചെയ്യാൻ, അതായത് നമുക്ക് മൾട്ടിപ്പിൾ കൊട്ടേഷൻസ് വെൻഡേഴ്സിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കമ്പാരിസൺ ടെംപ്ലേറ്റ്സ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ് ആണെങ്കിൽ ഇപ്പോൾ എന്താണ് അതിൻ്റെ നെയിം കാര്യങ്ങൾ, എന്തൊക്കെയാണ് കോളംസ് കാര്യങ്ങൾ, ഇങ്ങനെ നമുക്ക്
എങ്ങനെയാണ് നമ്മുടെ കമ്പാരിസൺ നടക്കേണ്ടത് എന്നുള്ള നമുക്ക് ടെംപ്ലേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ RFQ കൊട്ടേഷൻസിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള RFQs എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കുന്ന എന്തൊക്കെയാണ് ഐറ്റം ഡിസ്ക്രിപ്ഷൻ, ടൈം ലൈൻസ് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വെൻഡേഴ്സ്, ഏതൊക്കെ വെൻഡേഴ്സിനാണ് നമ്മളിത് സെൻഡ് ചെയ്തേക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവർ തന്നിരിക്കുന്ന കൊട്ടേഷൻസ് കാര്യങ്ങൾ നമുക്കിവിടെ വ്യൂ ചെയ്യാൻ പറ്റും. എന്താണ് അവർ തന്നിരിക്കുന്ന കൊട്ടേഷൻസ് കാര്യങ്ങൾ, എങ്ങനെയാണ് പ്രൈസ് കാര്യങ്ങൾ വെച്ച് നമുക്ക് ഇതാക്കാൻ പറ്റും. പിന്നെ കമ്പാരിസണിൽ നമുക്ക് L1, L2, L3 എന്നുള്ള രീതിക്ക് നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വെച്ച് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പ്രൈസ്, GST, ലാൻഡ് പ്രൈസ്, അങ്ങനെ നമുക്ക് എന്താണോ ടെംപ്ലേറ്റ് യൂസ് ചെയ്തേക്കുന്നത് ആ ടെംപ്ലേറ്റ് വൈസ് നമുക്ക് ഫിൽട്ടർ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും L1, L2, L3 എന്നുള്ള രീതിക്ക്. പിന്നെ ഈ അവാർഡ് സെക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ആരെയാണോ ചൂസ് ചെയ്യുന്നത് ഈ അവാർഡ് സെക്ഷനിൽ വന്നു കഴിഞ്ഞ് നമുക്കിപ്പോൾ ഈ കമ്പാരിസൺ വെച്ച് ആരെയാണോ നമുക്ക് കൊട്ടേഷന് വേണ്ടി ചൂസ് ചെയ്യുന്നത് അവരെ നമുക്ക് ഈ അവാർഡ് വഴി ഇവിടുന്ന് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഏത് വെൻഡർക്കാണെന്നുള്ള രീതിക്ക് പർച്ചേസ് ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് പർച്ചേസ് ഓർഡറിൻ്റെ സെക്ഷൻ. അപ്പോൾ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്ന ടൈം ഇതാണ്. ന്യൂ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്ന ടൈം ഇതാണ്. അതിൻ്റെ വീഡിയോ ഡേറ്റ്, എക്സ്പയറി ഡെലിവറി ഡേറ്റ്, ബാക്കി ഡീറ്റെയിൽസ്, ഐറ്റംസ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ഓർഡർ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പുതുതായിട്ടുള്ള ഡയറക്റ്റ് പർച്ചേസ് ഓർഡേഴ്സ് ആണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ RFQs ഡയറക്റ്റ് പുതുതായിട്ടുള്ള പർച്ചേസ് ഓർഡർ അതിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ക്രിയേറ്റ് ചെയ്തത് നമുക്ക് ഇവിടെ വന്ന് കിടക്കും. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പർച്ചേസ് ഓർഡർ കാര്യങ്ങൾ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണ് ഐറ്റംസ്, അതിൻ്റെ GRNs കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പിന്നെ അത് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ GRNs നമുക്ക് അതിൻ്റെ ഗുഡ്സ് റെസിപ്റ്റ് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്നായിരിക്കും കാണാൻ പറ്റുക. അത് കറൻ്റ്ലി എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങൾ, ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ടേബിൾ വൈസ്. പിന്നെ GRN കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞ് പുതിയ GRNs കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സ്പെയർ ആണോ, കൺസ്യൂമബിൾ ആണോ, അസറ്റ് ആണോ, എന്തിനാണുള്ള GRN ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മളൊരു പ്രൊക്യൂർമെന്റ് ഫ്ലോ കറൻ്റ്ലി ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഇൻഡന്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ വർക്ക് ഫ്ലോസ് കാര്യങ്ങൾ കഴിഞ്ഞാൽ അത് കൊട്ടേഷൻ യൂസ് ചെയ്ത് നമ്മൾ RFQs കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ വെൻഡർ ചൂസ് ചെയ്ത് വെൻഡേഴ്സിൻ്റെ ഇത് വന്ന് നമ്മൾ അവർക്ക് പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. പർച്ചേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ GRNs ക്രിയേറ്റ് ചെയ്ത് ഇത് അസറ്റ് കാര്യങ്ങളായി, അസറ്റ് ആണോ കൺസ്യൂമബിൾസ് ആണോ ഏതാണോ GRN വഴി അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് എന്താണ് അതിൻ്റെ ഓർഡർ എത്രയാണ്, പെൻഡിങ് എത്രയാണ്, ഗുഡ് ക്വാളിറ്റി എത്രയുണ്ട്, പാക്കേജ് ഡാമേജ് എത്രയുണ്ട്, ഡിഫക്റ്റീവ്, ഷോർട്ടേജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് നമ്മൾ അസറ്റോ അല്ലെങ്കിൽ കൺസ്യൂമബിൾസോ ആണെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റോറിലേക്ക് ഏതാണ് സ്റ്റോറിലേക്ക് ആഡ് ചെയ്യുന്ന രീതിക്കാണ് കറൻ്റ്ലി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് ടോട്ടലി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സൂപ്പർ അഡ്മിന് എങ്ങനെയാണ് ഫ്ലോ എന്ന് വെച്ചാൽ അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഉള്ളത് അലോക്കേഷൻസ് എന്നുള്ളത്, നമ്മുടെ ഇപ്പോൾ കൺസ്യൂമബിൾസ് ആയാലും സ്പെയർസ് ആയാലും നമ്മൾ അലോക്കേറ്റ് ചെയ്ത കാര്യങ്ങൾ, ഇപ്പോൾ ഒരു യൂസർ ICUവിലൊരു യൂസർ ആണെങ്കിൽ അവർ കറൻ്റ്ലി സ്റ്റോറിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളും അതിൻ്റെ അലോക്കേറ്റഡ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ അവർ ഇൻഡന്റ് ക്രിയേറ്റ് ചെയ്ത് അത് അലോറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ കൺസപ്ഷൻ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും ആരൊക്കെയാണ് ടോട്ടൽ സ്റ്റോക്കിൽ ആരൊക്കെയാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ സൈഡിൽ നോക്കിയാൽ നമുക്കായാലും അലോക്കേഷൻ ഹിസ്റ്ററീസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ കോൺട്രാക്ട്സ് മൊഡ്യൂളാണ്. കോൺട്രാക്ട്സ് മൊഡ്യൂളിൽ നമ്മുടെ ഈ AMC, CMC, എക്സ്റ്റൻഡ് വാറണ്ടി കാര്യങ്ങൾ, ഇങ്ങനത്തെ കോൺട്രാക്ട്സ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ ആയിരിക്കും നമ്മൾ പുതിയ പുതിയ കോൺട്രാക്ട്സ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ന്യൂ കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോൺട്രാക്ട് ടൈപ്പ്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്ത് നമുക്ക് പുതിയ കോൺട്രാക്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രൈസ് എസ്കലേഷൻസ് കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ SLA സ്കോപ്പ് കാര്യങ്ങൾ, പിന്നെ അത് കവർ ചെയ്യുന്ന അസറ്റ്സ് കാര്യങ്ങൾ, എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ ഡോക്യുമെന്റ്സ് ആഡ് ചെയ്ത് നമുക്ക് പുതിയൊരു കോൺട്രാക്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കോൺട്രാക്ട് ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ആകും, അതിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങൾ വൈസ് നമുക്ക് ലിസ്റ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
അതിൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഷെഡ്യൂൾഡിൽ അതിൻ്റെ എന്താണ് എസ്കലേഷൻ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ കവേർഡ് അസറ്റ്സ് ഏതാണ് അസറ്റ്സ് അതിൻ്റെ ഇത്, പിന്നെ അതിൻ്റെ PM വിസിറ്റ്സ്, വർക്ക് ഓർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അങ്ങനെ ഡീറ്റെയിൽ വൈസ് റിന്യൂവൽ ലോഗ്, അതിൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇൻഡിവിജ്വൽ കോൺട്രാക്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ ഫിൽട്രേഷൻ കാര്യങ്ങൾ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കാലിബ്രേഷൻസ്, നമുക്ക് അസറ്റ്സിൻ്റെ കാലിബ്രേഷൻസ് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. നമുക്ക് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ കാലിബ്രേഷൻസ് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്കൊരു അസറ്റിൻ്റെ ഒരു കാലിബ്രേഷൻ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് റെക്കോർഡ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ കാലിബ്രേഷൻ ഡേറ്റ് എന്നാണ്, നെക്സ്റ്റ് ഡ്യൂ എന്നാണ്, അതിൻ്റെ ബാക്കി ഏജൻസി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്ത് നമുക്ക് കാലിബ്രേഷൻ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഡ്യൂ ആയിട്ടുള്ളത് കറണ്ട്, പിന്നെ എന്തെങ്കിലും ഫെയിൽഡ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഇൻഡിവിജ്വലായിട്ട് ഈ KP കാർഡ്സ് വഴിയും അതുപോലെ തന്നെ ഫിൽട്രേഷൻ വഴി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ABRB QA ടെസ്റ്റ് കാര്യങ്ങൾ എന്തെങ്കിലും അത് എനേബിൾ ആയിട്ടുള്ള അസറ്റ്സിന് അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ടാവും, എന്താണ് അതിൻ്റെ അതിൻ്റെ ഡൺ ഡേറ്റ്, അങ്ങനെ ഒരു ടോട്ടൽ ഒരു ഹിസ്റ്ററി നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഉള്ളതാണ് കംപ്ലയിൻസ് മൊഡ്യൂൾ. ഇതിൽ ആണ് നമ്മുടെ ടോട്ടൽ ലൈസൻസ് കാര്യങ്ങൾ ഒക്കെ ആഡ് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ലൈസൻസ്, എക്സ്പയർഡ് ആയിട്ടുള്ളത്, ഡോക്യുമെന്റ്സ് യൂസിങ് ആയിട്ടുള്ള, അങ്ങനെ എല്ലാ ടോട്ടൽ ലൈസൻസ് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ന്യൂ ലൈസൻസ് കാര്യങ്ങൾ ആഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ലൈസൻസിൻ്റെ ടൈപ്പ് എന്താണ്, ലൈസൻസ് നമ്പർ, അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ്, അതുമായിട്ട് ലിങ്ക് ചെയ്തേക്കുന്ന അസറ്റ്സ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഏരിയാസ്, ഇഷ്യൂ ഡേറ്റ്, അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് അറ്റാച്ച്മെന്റ്സ് ആഡ് ചെയ്ത് പുതിയ ലൈസൻസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നമ്മളിപ്പോൾ ലൈസൻസ് ഇവിടെ വ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ലൈസൻസ്, കറന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ലൈസൻസ്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ വ്യൂ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലൈസൻസ് റിന്യൂ ചെയ്യണമെങ്കിൽ റിന്യൂ ചെയ്യാം. ഇത്ര ഓപ്ഷൻസ് ആണ് ഇത് ഈ മൊഡ്യൂളിൽ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇൻഷുറൻസ് ആണ്, നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള പോളിസീസ്, അങ്ങനെ KPI കാർഡ്സ് എല്ലാ മൊഡ്യൂൾസിനും അതിൻ്റെതായ KPI കാർഡ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഓൾ പോളിസീസ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന എല്ലാ പോളിസീസും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ എക്സ്പയറിങ് 30 ഡേയ്സിനുള്ള എക്സ്പയറിങ് ആയിട്ടുള്ള ഇൻഷുറൻസ് കാണാൻ പറ്റും, എക്സ്പയർഡ് ആയിട്ടുള്ളത് കാണാൻ പറ്റും. പിന്നെ ഇൻഷുറൻസ് ചെയ്യാത്ത ഐറ്റംസ് കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇനി ഇവിടുന്ന് ന്യൂ പോളിസി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഇൻഷുറൻസ് പോളിസി കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ കവറേജ് മോഡ്, അതുപോലെ തന്നെ അസറ്റ് സ്കോപ്പ് എങ്ങനെയാണ്, മൾട്ടിപ്പിൾ അസറ്റ് ആണോ അല്ലെ ഒരു ഫ്ലോർ വൈസ് ആണോ, എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കവറേജ് സ്കോപ്പ് കാര്യങ്ങൾ ആഡ് ചെയ്ത് അസറ്റ്സും അതിൽ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് പുതിയൊരു പോളിസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് ട്രാൻസ്ഫേഴ്സ്, അതായത് നമുക്ക് ഒരു അസറ്റ് കാര്യങ്ങൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആ ട്രാൻസ്ഫർ ഹിസ്റ്ററി കീപ്പ് ചെയ്യുന്ന സെക്ഷനാണിത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്കിവിടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. പിന്നെ ഒരു ന്യൂ ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറൻ്റ് ഏതാണ് അസറ്റ് എന്നുള്ളത് പിക്ക് ചെയ്ത് ഇത് കഴിഞ്ഞാൽ അതിൻ്റെ കവറേജ് ഡീറ്റെയിൽസ്, പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. കറണ്ട് ലൊക്കേഷൻ, യൂസർ ആരെയാണ് അലോക്കേറ്റ് അതൊക്കെ കാണാൻ പറ്റും. പിന്നെ അടുത്തത് ആർക്കാണോ നെക്സ്റ്റ് അസൈൻ ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ്, എവിടത്തേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് പുതിയൊരു ട്രാൻസ്ഫർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് കണ്ടംനേഷൻ എന്ന് പറയുന്നത്, ഈ കണ്ടംനേഷനിലായിരിക്കും നമ്മൾ കണ്ടംനഡ് ആയിട്ടുള്ള ഒരു പുതിയൊരു ഇലക്ട്രോണിക് ഐറ്റംസ്, മൾട്ടിപ്പിൾ വർക്ക് ഓർഡേഴ്സ് വരുന്നതും അതുപോലെ തന്നെ നമ്മൾ ഡിസ്പോസ് ചെയ്യാനൊക്കെ തീരുമാനിച്ച സാധനം ഫസ്റ്റ് കണ്ടംനേഷൻ സ്റ്റേജ് വഴിയായിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ കണ്ടംനേഷൻ പുതിയ റിക്വസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏതാണോ ആ പ്രൊഡക്റ്റ് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ അതിനെന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് സെറ്റ് ചെയ്യുക. അതിൻ്റെ റിപ്പയറിങ് കോസ്റ്റ്, പിന്നെ ജസ്റ്റിഫിക്കേഷൻ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നമ്മൾ റിവ്യൂവിന് വേണ്ടി സബ്മിറ്റ് ചെയ്യും. അപ്പോൾ റിവ്യൂവിന് വേണ്ടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ഇതുപോലെ ആയിരിക്കും കാണിക്കാനുണ്ടാവുക. അപ്പോൾ റിവ്യൂവിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് ഓർഡർ ഹിസ്റ്ററി, എവിഡൻസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ കമ്മിറ്റി ഡിസിഷൻസ് ആണ്. ഇപ്പോൾ നമ്മൾ കറന്റ് സെറ്റ് ചെയ്യുന്ന ഒരു ബയോമെഡിക്കൽ ഹെഡ്, ഫിനാൻസ്, മാനേജ്മെന്റ് ഓഫ് സൂപ്പർ അഡ്മിൻ, ഇത്രയും ആൾക്കാരുടെ അപ്രൂവ് കഴിഞ്ഞാലായിരിക്കും അത് ഡിസ്പോസൽ സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ കണ്ടംനേഷൻ ഇത് അപ്രൂവ് ആയത് ഡിസ്പോസൽ സ്റ്റേജിലേക്ക് വന്ന് കിടക്കും. ഇതുപോലെ നമുക്ക് പുതിയ സാധനം ഡിസ്പോസൽ സ്റ്റേജിലേക്ക് വന്ന് കിടക്കും. അത് നമുക്ക് അതിൻ്റെ ഡിസ്പോസൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. തന്നെ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞത് ഇവിടെ ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ റെക്കോർഡ് ഡിസ്പോസൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് നമുക്ക് ഡിസ്പോസൽ ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഫിനാൻസ്. അത് നമുക്ക് ഓവറോൾ ഒരു ഫിനാൻസ് ഓവർവ്യൂ കിട്ടാൻ വേണ്ടി അതിൻ്റെ ഫിനാൻസ് വർക്ക് ബെഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ഇയറിലും ഫിനാൻസ് ആക്ഷൻസ്, അതുപോലെ തന്നെ ഫിക്സഡ് രജിസ്ട്രി റിവ്യൂ, അങ്ങനെ നമ്മൾ ടോട്ടൽ ഒരു ഫിനാൻസ് ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫിനാൻസ് മൊഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഓഡിറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കൽ ഓഡിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഒരു പുതിയൊരു ഫിസിക്കൽ ഓഡിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഓഡിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അതിൻ്റെ നെയിം, കാര്യങ്ങൾ, അതിൻ്റെ സ്കോപ്പ്, ഏതാണ് ഡിപ്പാർട്ട്മെന്റ്സ് വൈസ് ആണോ, കാറ്റഗറീസ് ഇൻക്ലൂഡഡ്, അതുപോലെ തന്നെ അതിൽ അസൈൻ ചെയ്തേക്കുന്ന ആൾക്കാർ വെച്ച് നമുക്കൊരു ഫിസിക്കൽ ഓഡിറ്റ് കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് അതിനെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിക്യൂട്ട് ഇത്ര ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് ആ ഓഡിറ്റിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെയുള്ള റിപ്പോർട്ട് സെക്ഷനാണ്. ഇത് നമ്മളൊരു ടോട്ടൽ റിപ്പോർട്ട്സ്, ഓരോന്നിൻ്റെയും റിപ്പോർട്ട്സ് കാര്യങ്ങൾ നമുക്ക് കാറ്റഗറൈസ് വൈസ് കാണാൻ പറ്റും. അസറ്റിൻ്റെ, മെയിൻ്റെനൻസിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട്സ് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇത് ഓഡിറ്റ് ലോഗ്സ് ആണ്. നമ്മൾ ഇതിൽ പ്ലാറ്റ്ഫോമിൽ ചേഞ്ച് ചെയ്തേക്കുന്നത് അപ്ഡേറ്റ്സ് ആൻഡ് ഇൻസേർഷൻ, ഡിലീഷൻ, അങ്ങനെയുള്ള നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ ചേഞ്ചസ് വരുത്തിയേക്കുന്നത് അതിൻ്റെ റെക്കോർഡ് കാര്യങ്ങൾ കാണാനുള്ള ഓഡിറ്റ് ലോഗ് ഉണ്ട്. പിന്നെ ഈ അഡ്മിൻ സെക്ഷൻ, ഇതായിരിക്കും നമ്മൾ യൂസർ റോൾസ്, പെർമിഷൻസ്, ടെമ്പററി ആക്സസ്, ഇത്രയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്. നമുക്ക് യൂസർ റോൾസ്, നമ്മുടെ പുതിയ റോൾസ് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ റോൾസിൻ്റെ പെർമിഷൻസ്, ഓരോ റോൾസിനും എന്തൊക്കെ ഇപ്പോൾ ഡാഷ്ബോർഡിൽ, അസറ്റ്സിൽ, വർക്ക് ഓർഡേഴ്സിൽ എന്തൊക്കെ പെർമിഷൻസ് വേണമെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ടെമ്പററി ആക്സസ് ഏതെങ്കിലും യൂസറിന് കൊടുക്കുകയാണെങ്കിൽ അത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പുതിയ ബ്രാഞ്ചസ്, ഡിപ്പാർട്ട്മെന്റ്സ്, അതിൻ്റെ ലൊക്കേഷൻസ്, പുതിയ നമ്മുടെ സ്റ്റോറ്, അസറ്റ് മാസ്റ്റർ, നമ്മുടെ ഇതിലുള്ള വെൻഡേഴ്സ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അഡ്മിൻ സൈഡിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിവിടെ ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഇവിടെ ക്രിയേറ്റ് ആണുണ്ടാകുക. ഇപ്പോൾ നമ്മൾ മെയിൻ ഹോസ്പിറ്റലിൽ നിന്നുള്ള ബ്രാഞ്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ഹോസ്പിറ്റലിൽ നിന്ന് ബ്രാഞ്ചിലെ ഫുൾ ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ ലിസ്റ്റ് ആവാനുണ്ടാവുക. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ ഹോസ്പിറ്റൽ മാറ്റി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റൽ എന്തൊക്കെയാണ് ഉള്ളത് ആ ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ ഫിൽട്ടർ ചെയ്ത് കാണിക്കാനുണ്ടാവുക. അപ്പോൾ നമ്മളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് മെയിൻ ഹോസ്പിറ്റലിൽ ചെയ്തേക്കുന്നത് കൊണ്ട് എല്ലാ ഡീറ്റെയിൽസും മെയിൻ ഹോസ്പിറ്റൽ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ ഓരോ ബ്രാഞ്ച് വൈസ് നമുക്ക് ഡാറ്റാസ് കാണാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കോൺഫിഗറേഷൻ സെന്റർ എന്ന് പറഞ്ഞ സെക്ഷനിലായിരിക്കും നമ്മൾ ഈ പുതിയ പുതിയ ഐറ്റംസ്, അതായത് ഓരോന്നിലും ഡ്രോപ്പ് ഡൗൺസ് ഉണ്ടാവും. നമുക്കിപ്പോൾ വർക്ക് ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇഷ്യൂ ടൈപ്പ് എന്തൊക്കെയാണ് എന്നുള്ള അതിൻ്റെ ഡ്രോപ്പ് ഡൗൺസ്, അങ്ങനെ നമുക്ക് എല്ലാ ഓപ്ഷൻസും നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അഡ്മിൻ സൈഡിൽ നിന്ന്. അതിൻ്റെ പ്രയോറിറ്റി, ക്രിട്ടിക്കൽ, മേജർ, മൈനർ, അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ആഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്യൂ ടൈപ്പ്, വർക്ക് ഓർഡർ ടൈപ്പ്, പോസ്റ്റർ റീസൺ, എന്താണ് അതിൻ്റെ ഇഷ്യൂ ടൈപ്പ്, ഏതാണ് നമുക്ക് ആഡ് ചെയ്യുന്നത്, അതിൻ്റെ ലേബൽ, അതിൻ്റെ വാല്യൂ, പിന്നെ കളർ കാര്യങ്ങൾ, അതിൻ്റെ ഓർഡർ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നമുക്ക് പുതിയ ഓരോ മൊഡ്യൂളിനെയും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇവിടെ മൊഡ്യൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മൊഡ്യൂളിലും അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒരു കാണാൻ പറ്റും. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പോൾ വർക്ക് ഓർഡേഴ്സ് ആണെങ്കിൽ അതിലുള്ള സ്റ്റാറ്റസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, വർക്ക് ഓർഡേഴ്സിലുള്ള സ്റ്റാറ്റസ് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ റിപ്പോർട്ടഡ് ഇത്, അതുപോലെ തന്നെ വർക്ക് ഫ്ലോസ് കാര്യങ്ങൾ, ഇപ്പോൾ ടെക്നോളജി ആരൊക്കെയാണ് ചെയ്യേണ്ടത് പറ്റുക, അങ്ങനെ വർക്ക് ഫ്ലോസ് കാര്യങ്ങൾ, പിന്നെ അപ്രൂവൽ റൂൾസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. അഡ്മിൻ സൈഡിൽ നിന്ന് നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കോഡ് ജനറേഷൻ എന്ന് പറയുന്നത് നമുക്ക് അസറ്റ് കോഡ് കാര്യങ്ങൾ, ഇപ്പോൾ ഓരോ ഹോസ്പിറ്റൽ ഇൻഡിവിജ്വലായിട്ട് അവർക്കൊരു ഫോർമാറ്റ് കീപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക്
എങ്ങനെയാണ് അതിൻ്റെ പ്രിഫിക്സ് സഫിക്സ് പിന്നെ അതിൻ്റെ ഡിജിറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അസറ്റ്സിനും സ്പെയർസിനും PRNസിനും ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എങ്ങനെയാണ് കോഡ് ജനറേറ്റ് ആവേണ്ടതെന്നുള്ളത് നമുക്കിവിടെ റൂൾസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് യൂസർ റോൾസ് നേരത്തെ പറഞ്ഞതേ മൊഡ്യൂളാണ്. യൂസർ അതിൻ്റെ റോൾസ് കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂസർ റോൾസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇമെയിലും അതിന് പാസ്വേഡും പ്രൊവൈഡ് ചെയ്യും. ഇതായിരിക്കും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. പിന്നെ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഒരു വെൻഡർ ലോഗിൻ എന്ന് പറഞ്ഞൊരു ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് വെൻഡേഴ്സിന് സെപ്പറേറ്റ് ഒരു ലോഗിൻ പേജ് അവർക്ക് ഇതുവഴി നമ്മൾ കൊടുക്കുന്ന കൊട്ടേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് ഒരു വെൻഡറായിട്ട് നമ്മളായിരിക്കും വെൻഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് യൂസർ നെയിംസ് പാസ്വേഡ്സ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് അവരുടെ ഡാഷ്ബോർഡിൽ ഇങ്ങനെയായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് ഉള്ള RFQs കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, അതുപോലെ തന്നെ പർച്ചേസ് ഓർഡേഴ്സ് കാര്യങ്ങൾ, പിന്നെ ഡെലിവറി GRNs, ഇങ്ങനെ അവർക്ക് അവരുടെ ഡീറ്റെയിൽസ് മാത്രമേ കാണാൻ ഒരു വെൻഡേഴ്സ് പോർട്ടൽ നമ്മൾ കൊടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ അവർക്ക് ഇത് ആക്സസ് ചെയ്ത് ഇതുവഴി നമ്മുടെ കൊട്ടേഷൻസ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ല മാനുവലി ആണെങ്കിൽ മാനുവലി അവരുടെ കൊട്ടേഷൻസ് കാര്യങ്ങൾ തന്നിട്ട് അങ്ങനെയാണെങ്കിലും പറ്റും. അപ്പോൾ ഇതൊരു ടോട്ടൽ ഒരു ഓട്ടോമേറ്റ് ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സിൽ നമുക്ക് ഒരു വെൻഡർ ലോഗിനും കൂടി നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വെൻഡർ ലോഗിൻ പോർട്ടൽ. സ്റ്റാഫ് ആണെങ്കിൽ സ്റ്റാഫിൻ്റെ ലോഗിൻ പോർട്ടൽ വഴി നോർമലി നമുക്ക് ലോഗിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ലോഗിൻ ചെയ്ത് കയറാൻ പറ്റും. ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ HAMSൽ കറൻ്റ്ലി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ഫുള്ള് അസറ്റിൻ്റെ ഒരു ക്രിയേഷൻ മുതൽ അതിൻ്റെ ഡിസ്പോസൽ വരെയുള്ള ഫുൾ ട്രാക്കിംഗ്, അതുപോലെ തന്നെ പ്രൊക്യൂർമെൻറ്റ് ആൻഡ് സ്റ്റോർ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ളി കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു HAMSൻ്റെ ടോട്ടൽ ഓവർവ്യൂ ആയിട്ട് നമ്മളിപ്പോൾ കറൻ്റ്ലി ചെയ്തേക്കുന്നത്. താങ്ക് യു.